സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പന്റെ കഥ കേവലം പന്തളത്തെ രാജകുമാരന്റെ സാഹസിക യാത്രകളിൽ ഒതുങ്ങുന്നില്ല. ആത്മീയ തലങ്ങളിൽ മാത്രം നിലനിൽക്കുന്നതും ചുരുക്കം ചില ഭക്തർക്ക് മാത്രം അറിയാവുന്നതുമായ അതിസങ്കീർണമായ ചില സത്യങ്ങൾ അയ്യപ്പ ചരിത്രത്തിലുണ്ട്. അയ്യപ്പൻ ശബരിമലയിൽ സ്ഥിരവാസം തുടങ്ങുന്നതിനു മുൻപ് കാന്തമല എന്ന അദൃശ്യമായ ഒരു മലയിലായിരുന്നു വസിച്ചിരുന്നത് എന്ന് ചില ഐതിഹ്യങ്ങളുണ്ട്. സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ കഴിയാത്തതും യോഗ്യകൾക്ക് മാത്രം ദർശനം ലഭിക്കുന്നതുമായ ഒരു പുണ്യസ്ഥലമായിരുന്നു അത്. ഹരിഹരപുത്രനായ അയ്യപ്പനിൽ ശിവന്റെ ഉഗ്രഭാവമായ വീരഭദ്രന്റെയും വിഷ്ണുവിൻ്റെ ശാന്തഭാവമായ മോഹിനിയുടെയും ശക്തികൾ ഒത്തുചേരുന്നു. അയ്യപ്പൻ എന്ന പേരിൽ അയ്യൻ എന്ന ശൈവഭാവവും അപ്പൻ എന്ന വൈഷ്ണവഭാവവും ലയിക്കുന്നു. അയ്യപ്പൻ്റെ ഓരോ കഥയും ഒരു തത്വമാണ്. ഇവ കേവലം കേട്ടുകേൾവികൾക്കപ്പുറം ഈ മഹാചരിത്രത്തിൻ്റെ ആഴവും വിശാലതയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു.